നമസ്കാരം. ഷിംജിത് അറസ്റ്റിലായി. പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ, ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ്. ഷിംജിത്തെ അറസ്റ്റ് ചെയ്തത് രാവിലെ 10:30 മണിക്കാണ്. മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളിപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ, വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിത്തെ കൊണ്ടുപോയി. ആരാണ് ഈ ഷിംജിത? സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത്? ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ 10 വർഷം മിനിമം അകത്താകാനുള്ള കുറ്റമുണ്ട് ഷിംജിതയ്ക്ക് നേരെ. സ്വത്തുകൾ കണ്ടുകിട്ടാനുള്ള കുറ്റവും ചിലപ്പോൾ ഷിംജിതയ്ക്ക് നേരെ ഉണ്ടാകാം. പക്ഷേ പോലീസ് ഇവിടെ ഒരു കളി നടത്തുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ വാഹനത്തിൽ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് നിൽക്കുന്നത്. സൈബർ കൊലപാതകം നടത്തിയ ഷിംജിത എന്ന വ്യക്തിക്ക് ഇത്രമാത്രം പരിഗണന പോലീസ് നടത്തേണ്ട ആവശ്യം എന്താണ്? വളരെ നിർണായകമായ ചോദ്യം. കോടതിയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് ഷിംജിതയെ, മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി. അതിനിടയിൽ 2 ദിവസം ഷിംജിതയെ അറസ്റ്റ് ചെയ്യാതെ മിണ്ടാതിരുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത്? വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് 48 മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ലേ? കേരള സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് ചർച്ചകൾ, അന്തിച്ചർച്ചകൾ, ജനങ്ങളുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഈ നിർണായകമായ കേസിൽ 48 മണിക്കൂറായി ബന്ധുവീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കേരള പോലീസ് സംവിധാനം നടന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പോലും വിശ്വസിക്കില്ല കാര്യം. അതിനിടയിൽ വിദേശത്ത് പോയി, അതിനിടയിൽ കടന്നു കളഞ്ഞു തുടങ്ങിയ റിപ്പോർട്ടുകൾ കിട്ടുന്നു. അതൊന്നും ഇല്ല എന്ന് പറയാൻ പോലും പോലീസ് മടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഷിംജിത ഒരു വനിതയായതിൻ്റെ പേരിൽ കിട്ടുന്ന പ്രിവിലേജസ് ആണോ ഇതെന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് അങ്ങേയറ്റം നിൽക്കേണ്ട ഒരു സ്റ്റാൻഡ് കൂടിയുണ്ട്. ഷിംജിത ആരാണ് ഈ VIP? ഇത്രയും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം, പോലീസ് എസ്കോർട്ടിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം എന്ത് VIP പരിഗണനയാണ് ഷിംജിതയ്ക്കുള്ളത്? നിർണായകമായ ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കേസിലെ പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച? ഈ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാൻ മാത്രം ഷിംജിതയ്ക്ക് എന്ത് VIP പരിഗണനയാണല്ലോ എന്നുള്ള ചോദ്യം ധാർമ്മികമായി സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കും. പോലീസിന് നേരെ ശക്തമായ വിമർശനങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. രാവിലെ അറസ്റ്റ് ചെയ്ത ഷിംജിതയെ എന്തുകൊണ്ട് അത് വാർത്തകളിൽ നിറം പിടിച്ചില്ല? എന്തുകൊണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചില്ല എന്ന് തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങളുണ്ട്. ദീപകിൻ്റെ ആത്മഹത്യ അത് നയിച്ചത് ഷിംജിതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നാട്ടുകാർ, ദീപകിൻ്റെ വീട്ടുകാർ, ദീപകിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും ശക്തമായി തന്നെ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിഡൻ അജണ്ട നടക്കുന്നുണ്ടോ? ഷിംജിതയെ സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടോ എന്ന് നിർണായകമായ ചോദ്യവുമുണ്ട്. അവിടേക്ക് തന്നെയാണ് പോലീസിന് നേരെ ശക്തമായ വിമർശനം ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉയർന്നത്. ഷിംജിതയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന പല ആളുകളുടെ മുന്നിലേക്ക്, പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ചർച്ചകളിലേക്കും കൊണ്ടുവരികയാണ്. ഇത് ആശ്വസിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ദീപകിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കാനോ വരട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള നാട്ടുകാരുടെ വിമർശനങ്ങൾക്ക് വളരെയധികം ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഒന്നാമത്തെ കേസ്, ഈ ദീപകിൻ്റെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിക്കേ. ദീപകിൻ്റെ സംഭവത്തിൽ ആ ബസ്സിൽ വെച്ച് നടത്തിയ കേസ്, അതിനുശേഷം ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർമാർ ഉൾപ്പെടെ പറയുന്നു ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല, വടകര പോലീസിൽ അറിയിച്ചു എന്നാണ് ഷിംജിത പറഞ്ഞത്. പോലീസിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, പരാതിയും കിട്ടിയിട്ടില്ല. ദീപകിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഒരു മാധ്യമം ഷിംജിതയോട് സംസാരിച്ചപ്പോൾ ഷിംജിത പറഞ്ഞത് ഞാൻ പോലീസിൽ വിളിച്ച് പറഞ്ഞു എന്നാണ്. ഷിംജിത എന്തുകൊണ്ട് ആ കണ്ടക്ടറിനോടോ പോലീസുകാരനോടോ അവിടെ കൂടിയിരുന്ന ഒരു യാത്രക്കാരനോടോ സംസാരിക്കാത്ത ചെയ്തത്? 2, ഷിംജിത ഈ വീഡിയോ പകർത്തുമ്പോൾ പോലും തൻ്റെ ദേഹത്ത് തട്ടുന്നതായി ദീപക് കണ്ടിട്ട് പോലും ആ തട്ടുന്നത് പോലും ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് തൻ്റെ വീഡിയോയിൽ കിട്ടി എന്ന അഭിമാനം കൊള്ളുന്ന ഷിംജിതയെ നമുക്ക് വീഡിയോയിൽ കാണാം. 3, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ചർച്ചകൾ നടന്നുമ്പോൾ പോലും എന്തുകൊണ്ട് ഷിംജിത തൻ്റെ അക്കൗണ്ടുകൾ ഓഫ് ചെയ്ത് മുങ്ങി ഒളിവിൽ കഴിഞ്ഞു? അതാണ് മൂന്നാമത്തെ ചോദ്യം. 4, ഇനി ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ള നാടകം മാത്രമാണോ എന്നുള്ള ചോദ്യവും കൂടി നിൽക്കുകയാണ്. ആ വീഡിയോ കണ്ട പൊതുസമൂഹം ഒട്ടാകെ ഒരു സ്വരത്തിൽ തന്നെ പറയുന്നു ദീപക് നിരപരാധിയാണെന്ന്. എന്നിട്ട് പോലും അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഷിംജിതയുടെ ശ്രമങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. ആ വീഡിയോ വൈറലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് റീച്ച് കിട്ടാൻ വേണ്ടി സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പല ആംഗിൾസും യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്ന ഷിംജിതയെ കണ്ടു. 50 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. പലരും 27 ലക്ഷം എന്ന് പറഞ്ഞു. ഇല്ല,
ഒന്നല്ല, 50 ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കണ്ടു. ദീപകിന്റെ ആത്മഹത്യക്ക് ശേഷം വീണ്ടും പലരും പല ആവർത്തി ആ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് ദീപക് നിരപരാധിയാണോ കുറ്റക്കാരനോ ആണോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും ആ വീഡിയോ കണ്ടു നോക്കി. അതുകൊണ്ട് ഷിംജിതയുടെ ഈ അറസ്റ്റാണ് ദീപകിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കാൻ വരട്ടെ. ഇതിനിടയിൽ നടക്കുന്ന കളികൾ ഉൾപ്പെടെ ജനങ്ങൾ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. സ്വകാര്യ വാഹനത്തിൽ എസ്കോർട്ട് അകമ്പടിയോടെ ഷിംജിതയെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ്, സാർ, ഷിംജിത VIP ആണോ എന്നുള്ളത്.